നമസ്കാരം. ജി സുധാകരനെ വർഗവഞ്ചകനെന്ന് ഇടതുപക്ഷം വിളിച്ചപ്പോൾ, അല്ല ജി സുധാകരൻ സൂപ്പറാ, ജി സുധാകരൻ സാറ് എന്നാ രസാണെന്നറിയൂ, ജി സുധാകരൻ സാറ് നിലപാടിന്റെ രാസകുമാരനാ എന്നൊക്കെ പറഞ്ഞു കിടന്ന വലതുപക്ഷവും ഇപ്പോ പറഞ്ഞു തുടങ്ങി ഇയാളിപ്പോ വലിയ ഇടങ്ങേറാക്കുമല്ലോ, ഇയാളിപ്പോ വലിയ തലവേദനയായല്ലോ, ഇയാളെ ചുമന്നാൽ ചുമന്നവന് നാറുമല്ലോ എന്നൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ എവിടെയോ കിടന്ന എന്തോ ഇടത്തിൽ അവിടെ വെക്കാൻ എന്നൊക്കെ പല അണികളും നേതാക്കളോട്, ഏത് വി ഡി സതീശനോടും KPCC നേതാക്കന്മാരോടും ഒക്കെ ചോദിക്കുന്ന കാഴ്ച നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുകയാണ്. അതായത് ഈ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കോൺഗ്രസിന് UDF വലിയ തലവേദനയായി മാറിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, മെഡിക്കൽ കോളേജുകളിൽ സംഘടനകൾ ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല, ഒരു പാർട്ടിയെയും അവിടെ കയറ്റരുത് എന്ന് ജി സുധാകരൻ പറയുകയാണ്. DYFI കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ച് ജി സുധാകരന്റെ അന്ധമായിട്ടുള്ള ഇടത് വിരുദ്ധതയിൽ നിന്ന് പുറത്തു ചാടിയ ഒരു വിഷമാണ്, ഒരു വിഷ പ്രസ്താവനയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. നമുക്കറിയാം, DYFIയുടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ വിശന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ആ പദ്ധതിയെ ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പോലും വലിയ രീതിയിൽ തന്നെ അഭിനന്ദിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് നിങ്ങൾ DYFI കണ്ടുപഠിക്കണം, DYFIയുടെ അത്തരത്തിലുള്ള ഹൃദയപൂർവ്വം പോലുള്ള പദ്ധതികൾ മാതൃകയാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെ. പലപ്പോഴും DYFIനെ മാതൃകയാക്കാൻ യൂത്ത് കോൺഗ്രസും സംഘങ്ങളും ഒക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്കൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അതിനിടയിലാണ് ഈ പറയുന്ന അന്നം കൊടുക്കുന്ന, അല്ലെങ്കിൽ പൊതിച്ചോറ് കൊടുക്കുന്ന DYFI കടന്നാക്രമിക്കാൻ വേണ്ടി ജി സുധാകരൻ ഇത്തരത്തിലുള്ള പ്രസ്താവന, ഒരു പ്രതികരണം നടത്തിയത്. അതായത് അവരങ്ങ് വിശന്നിരിക്കുകയാണെങ്കിൽ വിശന്നിരിക്കട്ടെ എന്ന നിലപാട് ജി സുധാകരൻ ഈ രീതിയിൽ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കടുത്ത ഇടത് വിരുദ്ധത കൊണ്ട് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം 2020 ഇട്ടൊരു പോസ്റ്റ് നമുക്കിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഒരു തലവേദനയായി മാറിയിട്ടുള്ളതും. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന മനുഷ്യത്വപരമായ പദ്ധതി 1000 ദിവസം പിന്നിട്ടു. ഈ മഹത്തായ പദ്ധതി നടത്തുന്ന DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഹൃദയാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞത് ജി സുധാകരനാണ് കേട്ടോ. അദ്ദേഹം എത്രത്തോളം അതിനെ പുകഴ്ത്തിയാണ്, എത്രത്തോളം അതിനെ അഭിനന്ദിച്ചാണ് 2020 ആ പോസ്റ്റ് ഇട്ടെന്ന് നമുക്ക് കാണാം. അതിനടിയിൽ അദ്ദേഹം വീണ്ടും എഴുതിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ പോലും ഒരു ദിവസം പോലും ഭക്ഷണ വിതരണം മുടങ്ങിയിട്ടില്ല. ഓരോ ദിവസവും ഓരോ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസവും 4000-ലധികം ഉച്ചഭക്ഷണ പൊതികളാണ് ആശുപത്രിയിൽ എത്തിച്ചു നൽകുന്നത്. ഇതിനോടകം 40 ലക്ഷത്തിലധികം പൊതിച്ചോറുകളാണ് ആശുപത്രിയിൽ വിതരണം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് ഈ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ ഈ സുധാകരൻ എഴുതിയിട്ടുണ്ട്. അതേ ജി സുധാകരൻ ഇപ്പോൾ പറയുന്നു, ഇല്ല ഇനി ഇതൊന്നും അനുവദിക്കരുത് എന്ന് പറയുകയാണ്. എത്രത്തോളം നികൃഷ്ടമായിട്ടുള്ള ഒരു ചിന്താഗതിയാകാം ഇത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഖാവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? അതായത് അമ്പലപ്പുഴയിൽ ഒരു പരിപാടിയിൽ ഈ പറയുന്ന സഖാക്കളും ഈ ജി സുധാകരൻ എന്ന് പറയുന്ന വർഗവഞ്ചകനും തമ്മിൽ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ആ സഖാവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് എല്ലാ നേട്ടങ്ങളും കൊയ്ത ശേഷം ഈ പാർട്ടിയെ വഞ്ചിച്ചു പോയവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ പാർട്ടിയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, സഖാവ് പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് എന്ന് പറയുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറെ ഗീർവാണമൊക്കെ സുധാകരൻ അടിക്കുന്നുണ്ട്. അവസാനം സുധാകരൻ തേഞ്ഞൊട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമോ ആ നേട്ടങ്ങളെല്ലാം കൊയ്യുക, എന്നിട്ട് വലിയ രീതിയിൽ തന്നെ സ്വയം അങ്ങ് വളരുക, വളർന്ന ശേഷം തന്നെ വളർത്തിയ ആ പാർട്ടിയെ അങ്ങ് ഇല്ലാതാക്കുക. ഇതാണ് സുധാകരൻ ചെയ്തത്. സുധാകരൻ തന്നെ താനാക്കി മാറ്റിയ, തന്നെ വലുതാക്കിയ ഒരു പാർട്ടിയെ, തനിക്കൊരു ലേബൽ ഉണ്ടാക്കി തന്ന ഒരു പാർട്ടിയെ ഇനി ഇവിടെ നിന്നിട്ട് ഇനി പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട്, ആ പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, എതിർ പാർട്ടികൾക്ക് ആ പാർട്ടിയെ കടന്നാക്രമിക്കാനുള്ള ഒരുപാട് വഴികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം നേരെ മറുകണ്ഠം ചാടുകയാണ്. അന്ന് മറുകണ്ഠം ചാടിയപ്പോ നല്ല എന്തൊരു മുതലിനെ കിട്ടി എന്ന രീതിയിലായിരുന്നു വി ഡി സതീശനും സംഘമൊക്കെ ഇരുന്നത്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് തന്നെ വലിയ രീതിയിൽ തന്നെ ഇതൊരു പാമ്പായി മാറിയിരിക്കുകയാണ്. DYFIനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും DYFI മിണ്ടാതിരിക്കുമോ? ഇല്ല. VK സനോജ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. ജി സുധാകരൻ കണക്കിന് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ജി സുധാകരൻ MLA എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പോസ്റ്റ് നോക്കാം. മഹാപ്രളയത്തിന്റെ ആ നാടുകളിൽ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവസേന ആയിരക്കണക്കിന് ഭക്ഷണ പൊതികളാണ് അവർ ആശുപത്രിയിൽ എത്തിച്ചു നൽകിയത്. ഇതിനോടകം ലക്ഷക്കണക്കിന് പൊതിച്ചോറുകൾ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇത് ഏറ്റവും മഹത്തായ കാര്യമാണ്. 2020 മാർച്ച് 20 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ 1000ാമത്തെ ദിവസം ആ സ്നേഹപ്പൊതി ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ശ്രീ ജി സുധാകരൻ പറഞ്ഞതാണ്. അന്ന് അദ്ദേഹത്തിന്റെ പക്ഷം ഇടതുപക്ഷമായിരുന്നു, വിശക്കുന്നവന്റെ വേദന അറിയുന്ന ഹൃദയപക്ഷമായിരുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നു, മെഡിക്കൽ കോളേജുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല, ഒറ്റ പാർട്ടിക്കാരനെയും മെഡിക്കൽ കോളേജിൽ കയറ്റരുതെന്ന്. എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ വിശപ്പിന്റെ
വില ചിലർ മറന്നു പോകുന്നത്. അന്ന് ഹൃദയത്തിന്റെ ഭാഷ സംസാരിച്ച അതേ നാവ് ഇന്ന് വലതുപക്ഷത്തിന്റെ കുഴലൂത്തുകാരായി മാറിയിരിക്കുന്നു. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ നിലപാടുകൾ നമ്മളിലേക്കും പടരും എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ മാറ്റം. ഡിവൈഎഫ്ഐക്ക് എന്നും ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അധികാരത്തിന്റെ കസേരകൾ മാറുമ്പോഴോ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോഴോ മാറുന്നതല്ല ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം. അന്നും ഇന്നും ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നും ഡിവൈഎഫ്ഐയുടെ ഉച്ച ഭക്ഷണപ്പൊതികൾ എത്തി. ഭക്ഷണപ്പൊതികൾ മാത്രമല്ല, എല്ലാ ദിവസവും രക്തദാനവും ഉണ്ട്. നാളെയും അത് തുടരുക തന്നെ ചെയ്യും. ഇനിയിപ്പോ രക്തദാനവും പാടില്ല എന്ന് നമ്മുടെ സുധാകരൻ പറയുമോ എന്തോ ആകട്ടെ. ഇത്തരത്തിലൊക്കെ നിഷ്ഠമായിട്ട് ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ സനോജ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്നിടത്തെ ആളുകൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രീതിയിലെ ഈ പറയുന്ന അവരും ചിന്തിക്കുകയുള്ളൂ. എന്തായാലും മുല്ലപ്പൂങ്കൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറയാറുണ്ടല്ലോ. ഇത് പക്ഷേ ഒരു ദുർഗന്ധമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം അങ്ങനത്തെ ഒരു കല്ലിലാണ് ഇപ്പോ പോയി ഇങ്ങനെ ചാരിക്കിടക്കുന്നത്. അതുകൊണ്ടാണ്. അതായത് എത്രയധികം ആളുകൾക്കാണല്ലേ ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന എത്രയധികം ആളുകൾക്കാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതി വലിയ ഗുണമായിട്ട് മാറുന്നതല്ലേ. ഒരുപാട് പേർക്ക്, ഒത്തിരി ആളുകൾക്ക്, ആ പൊതി മേടിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ആ പൊതിയിൽ ചോറ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് അതിൽ ചിലപ്പോൾ പൈസയും വെക്കാറുണ്ട്. അതൊരു വേറൊരു കാര്യം. അപ്പോ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ജി സുധാകരനെ എന്തായാലും കോൺഗ്രസുകാർ വലിയ രീതിയിൽ തന്നെ കൈയടിച്ചൊക്കെ ചില ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ പ്രോത്സാഹനമൊക്കെ കോൺഗ്രസിന് തന്നെ വലിയ പാമ്പായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നൊരു വിഭാഗം ആളുകൾ, ഈ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ രണ്ടു തരം വിഭാഗം ആളുകളാണല്ലോ നിലവിലുള്ളത്. എന്തോ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് മുതൽ ഇയാളൊരു ചോട്ട PV അൻവറായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. തുടക്ക സമയത്തൊക്കെ ജി സുധാകരൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആ പറഞ്ഞിരുന്ന ആളുകൾ വരെ ഇപ്പോൾ ജി സുധാകരൻ വെറുമൊരു വർഗവഞ്ചകനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. മാത്രമല്ല ജി സുധാകരൻ MLA ആയിരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള ഇടപെടലുകൾ എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നിറഞ്ഞു കാണാൻ സാധിക്കുന്ന എന്താണ് ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ തന്നെയാണ്. ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിനെതിരെ പല അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. ഇദ്ദേഹം പല രീതിയിലുള്ള ഫണ്ടുകൾ പിരിച്ചിട്ടുണ്ടെന്നൊക്കെ സലാം MLA ഒക്കെ പോലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോ ഇദ്ദേഹത്തിനെതിരെ നിരവധി രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴും ഇദ്ദേഹം ഞാൻ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും കറകളഞ്ഞ രാഷ്ട്രീയ നേതാവ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. പക്ഷേ കണ്ടറിയണം സുധാകരൻ അതിന്റെ അവസ്ഥ എന്നൊക്കെ പലരും പറഞ്ഞൊക്കെ നമ്മൾ കണ്ടു. സുധാകരൻ ഭയങ്കര രാഷ്ട്രീയക്കാരാണ് കേട്ടോ. ചില മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ബൈറ്റ് എടുക്കാൻ ചെല്ലും. ഇപ്പൊ മൂപ്പര് പറയും, മൂപ്പർക്ക് ഇഷ്ടമല്ലാത്ത ചില മാധ്യമങ്ങൾ അങ്ങ് നിന്ന് അദ്ദേഹം അങ്ങ് വിമർശിക്കും. നമ്മളത് കണ്ടതാണല്ലോ. റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധിയെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ആക്ഷേപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരു ധാർഷ്ട്യമാണ് അദ്ദേഹത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ടേ പറഞ്ഞതാണ് ഇയാളെ ആര് ചുമന്നാലും ചുമക്കുന്നവൻ നാറും എന്ന് പറഞ്ഞതാണ്. എന്തായാലും UDF ഇനിയും നാറാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം സുധാകരൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സുധാകരന്റെ ഈ ഒരു കടുത്ത ഇടത് വിരുദ്ധത കാരണം ഈ ഇടതുപക്ഷം ചവിട്ടി പുറത്താക്കിയതിന്റെ ആ ഒരു ചൊറിച്ചില് അതിന് ഈ വരും ദിവസങ്ങളിൽ പല രീതിയിലൊക്കെ ഇദ്ദേഹം പ്രകടിപ്പിക്കും. എന്തായാലും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് എന്തുകൊണ്ടും നന്നായെന്ന് കുറച്ചുകൂടി ജനങ്ങൾ പറയാൻ അതൊക്കെ കാരണമാകും. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. പണ്ട് ഈ PV അൻവറിനെ പുറത്താക്കിയ സമയത്ത് പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ ചില സഖാക്കളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം എന്തുകൊണ്ടാണ് പാർട്ടി ചവിട്ടി പുറത്താക്കിയെന്ന് PV അൻവർ തന്നെ കാണിച്ചു കൊടുക്കുന്ന കാഴ്ച കണ്ടു. അപ്പൊ ആ പറഞ്ഞ ആളുകളൊക്കെ തന്നെ തിരുത്തി പറഞ്ഞു. പാർട്ടി ഇവനെ കുറച്ചുകൂടി നേരത്തെ പുറത്താക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പൊ സുധാകരന്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.